നമ്മുടെ നാട്ടിലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിന് വർക്ക് ആവശ്യമാണ്. പക്ഷെ ആരും വന്ന് വർക്ക് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് പോകില്ല. ഒരു ദിവസം വന്ന് കണ്ട് അതിൻ്റെ കുറച്ച് വർക്ക് ചെയ്യും, പിന്നെ 2 ദിവസത്തിന് അവർ വരില്ല, അങ്ങനെ പെൻഡിങ് ആയി. പിന്നെ വരുമ്പോൾ ചിലപ്പോൾ മഴയുടെ പ്രോബ്ലം, ഇതൊക്കെ മഴ ഇല്ലാത്ത അവസ്ഥയിലാണ് ചെയ്യണത്. മഴയുടെ പ്രോബ്ലം, എന്തെങ്കിലും റീസൺ, നാട്ടിൽ കല്യാണം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുണ്ട് വർക്കേഴ്സിൻ്റെ. അതാണ് ഇവിടെ നാട്ടിലിപ്പോൾ വിളയാട്ടം. ആരുടെ വിളയാട്ടം? ബംഗാളികളൊക്കെ കയറി വിളയാടുന്നു. 2 mm അല്ല കേട്ടോ, 8 mm ആണ്. ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു 8 mm 12 mm പ്രൈസിൽ നല്ല മാറ്റം വരും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ എപ്പോഴും പകലും ഒക്കെ നല്ല അടിപൊളി വെളിച്ചം, വായു സഞ്ചാരം ഒക്കെ ഉണ്ടെങ്കിൽ അത് വീടിൻ്റെ ഒരു ഭംഗിയാണ്, ഒരു ഐശ്വര്യമാണ്, കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അത് ഉദ്ദേശിച്ചിട്ടാണ് ഇത്രയും വലിയ ഗ്ലാസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെൻസ് പറഞ്ഞല്ലോ 45,900 രൂപ. നമ്മളിവിടെ ഒരു എത്തി, ഭയങ്കര കിതപ്പ്. ഈ ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ്, നല്ല വെയിലുണ്ടോ, ഇതും എൻ്റെ പ്രൊട്ടക്ഷനാണ്, നല്ല വെയിലാണ്. ഇതിന് മുകളിലെത്തിയപ്പോൾ കാറ്റുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. താഴെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞ് വേറെ രണ്ട് കോണിയുണ്ട്, കയറി ഇതിന് മുകളിലെത്തി. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്, ഇത്രയും വലിയ ഗ്ലാസ്, ഇതൊരു 3.5 മീറ്റർ നീളമുണ്ട്, 3 മീറ്റർ വീതിയും. ഇത്രയും വലിയൊരു ഗ്ലാസിൻ്റെ എക്സ്പെൻസാണ് നമ്മൾ വേണ്ടത് 45,900 രൂപ. അത് എങ്ങനെ ചെയ്തു എന്നാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ അത് കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 8 mm തിക്നെസ് ചെയ്ത ടഫൻ ചെയ്ത ഗ്ലാസ്. ഇത് ഓരോ പാട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ട്സാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രൊഫഷണൽ ആയിട്ടുള്ള, ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ റീൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാർ പ്രൈസ് പറഞ്ഞു. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇവിടേക്ക് ക്രെയിൻ കൊണ്ടുവരണം. അപ്പോൾ ഇത്രയും നല്ല ഹൈറ്റുള്ള മുകളിലേക്ക് ക്രെയിൻ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷയമാണ്. കാരണം 12 mm ടഫൻ ചെയ്ത ഗ്ലാസ്സിന് വലിയൊരു സംഖ്യ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം അടക്കാണ് മൊത്തത്തിൽ കേട്ടോ, വർക്ക് ലാബേഴ്സ് എല്ലാം അടക്കാണ് 45,900. അതിൽ ട്രാൻസ്പോർട്ട് എല്ലാ ചിലവുണ്ട്. ഈ ഫ്രെയിം 4.2 അത്യാവശ്യം നല്ല സൈസുള്ള ഫ്രെയിമാണ്, GI പൈപ്പ് കേട്ടോ. അതിന് വുഡിൻ്റെ മരമുള്ള ഏകദേശം ഫസ്റ്റ് 2 കോട്ട് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യാണ്ട്, ഒരുപാട് വർക്കുണ്ട്. അപ്പോൾ ടഫൻ ചെയ്ത ഗ്ലാസ്, 8 mm ടഫൻ ചെയ്ത ഗ്ലാസ്, ഇങ്ങനെ ഒരു പീസ് ഇവിടെ, ഒരു പീസ് ഇവിടെ, ഒരു പീസ് ഇവിടെ, ഒരു പീസ് ഇവിടെ. ഇത് കുറച്ച് വലിയ പീസാണ്, പുറത്തേക്ക് ചാടി നിൽക്കുന്നത്. രണ്ട് സൈഡത്തും കുറച്ച് സൈഡിലേക്ക് ചാടി നിൽക്കുന്നുണ്ട്. വെള്ളയിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഒലിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. ആ സൈഡിലേക്ക് 2 പീസ്, അങ്ങനെ ടോട്ടൽ 2, 3, 4, 5, 6 പീസാക്കിയിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ കാണുന്നുണ്ടല്ലോ ഒരു ബ്ലാക്ക് സാധനം, ഇത് സ്പേസറാണ്. സ്പേസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ. അപ്പോൾ എന്തെങ്കിലും ഇടിമിന്നലോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വൈബ്രേറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും ക്രാക്ക് വരികയാണെങ്കിൽ സിംഗിൾ പീസ് മാത്രമേ ക്രാക്ക് വരുള്ളൂ. ക്രാക്ക് വരികയാണെങ്കിൽ തന്നെ ടോട്ടലായിട്ട് പൊട്ടി വീഴുകയാണെങ്കിൽ തന്നെ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഡയമണ്ട് പോലെ പൊട്ടി വീഴും, ആളുകൾക്കൊന്നും പരിക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര സേഫ്റ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വലിയ പ്രൊഫഷണൽ ടീമൊന്നുമല്ല ചെയ്തിട്ട്, നമ്മളെ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചെയ്ത് ഇപ്പോൾ ക്യാമറ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരോടൊക്കെ അന്വേഷിക്കുക എത്ര വരും ഇതിൻ്റെ എക്സ്പെൻസ് എന്നുള്ളത്. കാരണം ഇത് ഇത്രയും സൈസിലുള്ള വലിയ ഒറ്റ ഗ്ലാസ് ഇടാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൈസിന് ഒരിക്കലും നിൽക്കില്ല. ഗ്ലാസ് തൊട്ട് കഴിഞ്ഞാൽ പൈസ പോകും, അമ്മാരി എക്സ്പെൻസാണ്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഇതിൽ ട്രാൻസ്പോർട്ട്, എൻ്റെ വണ്ടിയിലുള്ള പെട്രോൾ അടിച്ച കണക്ക് കൂട്ടിയിട്ടില്ല, ബാക്കിയുള്ള ഇത് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ടാണ് 45,900 രൂപ. ഏകദേശം ഒരു 45,900 രൂപയിലോടൊരു 10, 300, 400 രൂപ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പെൻസ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ അവർ കൊടുന്ന് ഫിറ്റ് ചെയ്തു. ഇതിലൊക്കെ മെയിൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് ആയാലും പ്രൊഫഷണൽ ആളായാലും ഇതൊക്കെ സാധനം ഫിറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു റീൽ ചെയ്തിട്ട്, ഞാൻ ഇതിൻ്റെ പറ്റിയിട്ട് ചെറിയൊരു ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ട് 1 മാസം അവനായി. വെള്ളം ഇതിലേക്ക് വന്നിട്ട് ഞാൻ ഇവിടെ 2 ടാർപ്പായിട്ടിട്ട് കവർ ചെയ്ത് ഒരുപാട് മരത്തിൻ്റെ പീസുകളൊക്കെ വെച്ചിട്ട് വെള്ളം താഴോട്ട് വീകുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തിരുന്നു. അങ്ങനെ 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. നമ്മുടെ നാട്ടിലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിന് വർക്ക് ആവശ്യമാണ്. പക്ഷെ ആരും വന്ന് വർക്ക് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് പോകില്ല. ഒരു ദിവസം വന്ന് കണ്ട് അതിൻ്റെ കുറച്ച് വർക്ക് ചെയ്യും, പിന്നെ 2 ദിവസത്തിന് അവർ വരില്ല, അങ്ങനെ പെൻഡിങ് ആയി. പിന്നെ വരുമ്പോൾ ചിലപ്പോൾ മഴയുടെ പ്രോബ്ലം, ഇതൊക്കെ മഴ ഇല്ലാത്ത അവസ്ഥയിലാണ് ചെയ്യണത്. മഴയുടെ പ്രോബ്ലം, എന്തെങ്കിലും റീസൺ, നാട്ടിൽ കല്യാണം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുണ്ട് വർക്കേഴ്സിൻ്റെ. അതാണ് ഇവിടെ നാട്ടിലിപ്പോൾ
വിളയാട്ടം, ആരുടെ വിളയാട്ടം? ബംഗാളികളൊക്കെ കയറി വിളയാടുന്നു. കാരണം അവർക്ക് ലീവ് വേണ്ട, അവർ എല്ലാ ദിവസവും വന്ന് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ആളുകളെ ഏൽപ്പിക്കാനുള്ള മെയിനുള്ള ചുമതല എന്താ വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തമായിരിക്കും എന്നുള്ള പ്രത്യേകത കൊണ്ടാണ് നമ്മളെ ആളുകളെ ഈ വർക്ക് നമ്മൾ ഏൽപ്പിക്കുന്നത്. പക്ഷേ എന്താ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ അവരൊരിക്കലും വരില്ല, മര്യാദയ്ക്ക് വരില്ല, വർക്ക് പെൻഡിങ് ആക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഒരിക്കലും വർക്ക് സക്സസ് ആയി ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതിന് പിന്നാലെ ഞാൻ ഏകദേശം 1 മാസം ഞാൻ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുള്ളി വെള്ളം താഴോട്ട് വീകില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാഴ്ചയിൽ ടഫൻ ചെയ്ത ഗ്ലാസ്, എന്ത് ഗ്ലാസ് ആയാലും ഒരു 2-3 മാസം കഴിയുമ്പോൾ വെള്ളം നിൽക്കുകയാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് ഫെയ്ഡ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പായൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, നമ്മൾ തന്നെ കെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ വലിയ പാറക്കഷ്ണം വന്ന് വീകാനില്ല. ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് തെങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വലിയ ആലിപ്പായൊക്കെ വന്ന് വീകുകയാണെങ്കിൽ, പൊട്ടാണെങ്കിൽ ആ ഭാഗം മൊത്തം ക്രാക്കാവും, അത്രേ ഉള്ളൂ. അതൊന്നും വരാതിരിക്കട്ടെ, അങ്ങനെ വരുന്നതിനുള്ള പ്രതീക്ഷയില്ല. പക്ഷേ നമ്മൾ സേഫ്റ്റി എപ്പോഴും മുൻകൂട്ടി കണ്ടിരിക്കണം. പിന്നെ ആരോ പറഞ്ഞു ഈ സിലിക്കോണൊക്കെ ഒട്ടിച്ച സമയത്ത് ഒരുപാട് ഐറ്റംസ് സിലിക്കോൺ ഉണ്ട്. കുറച്ചും കൂടെ അടുത്ത് വന്നാൽ ഒരുപാട് ഐറ്റംസ് സിലിക്കോൺ ഉണ്ട്. ഇതിപ്പോൾ സിലിക്കോൺ അവർ പറഞ്ഞത് പെട്ടെന്നൊന്നും നാശമാവില്ല, ഒരുപാട് വർഷം സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നതാണത്. ഞാനൊരുപാട് അനുഭവമുണ്ട്. സിലിക്കോൺ ഇട്ട് കഴിഞ്ഞാൽ അത് ഉറുമ്പ് തിന്നിട്ട് അത് നശിച്ച് പോകുന്നത് കാണാം. പിന്നെ ചില ആൾക്കാർ പറഞ്ഞിട്ട് കിളികളൊക്കെ പറിച്ച് ദൂരമാകാൻ ചാൻസ് ഉണ്ടെന്നുള്ള. അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ചെക്ക് ചെയ്യുക. നമ്മുടെ സേഫ്റ്റിൻ്റെ ആവശ്യമാണ്, ചെക്ക് ചെയ്യുക. നമ്മുടെ എക്സ്പെൻസ് കുറക്കാൻ നോക്കുക. ഒരുപാട് ഫണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് ഒരു വലിയൊരു ഭീമമായിട്ടുള്ള സംഖ്യ നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നല്ല പോലെ ഗ്ലാസിൻ്റെ വർക്ക് നല്ല പോലെ അന്വേഷിച്ചിട്ട് മാത്രം കൊടുക്കാൻ പാടുള്ളൂ. നമുക്കിത് എല്ലാ ആവശ്യം കൊണ്ടും പക്ക പ്രൊഫഷണലായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഒരു പൊടിക്ക് വെള്ളം താഴോട്ട് വീകില്ല. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. അവർ നമ്മളെ ഫ്രണ്ട്സാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ടാവും. ആർക്കും കൂടുതൽ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. കാരണം ഇത്രയൊരു വലിയൊരു ഇതിന് മുകളിലേക്ക് ഗ്ലാസ് കൊണ്ടുവരുന്ന ആ സിറ്റുവേഷൻ, ലാബ് ചാർജ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ 50,000 രൂപയുടെ ഗ്ലാസ് ആണെങ്കിൽ ഇത്രയും വലിയൊരു ഒറ്റ ഗ്ലാസ് കൊണ്ടാണെങ്കിൽ ഏകദേശം 40,000-40,000 50,000 അടുത്ത് എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്, ലേബർ ചാർജ് മാത്രം. കാരണം അത്ര ഭീമമായിട്ടുള്ള സംഖ്യ വരും. കാരണം ഇത് വർക്ക് വരുന്ന കാര്യമാണ്. ചെറിയ വർക്കാണെങ്കിലും ഒരുപാട് സൂക്ഷ്മതയോടെ ചെയ്യാവുന്നൊരു വർക്കാണ്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ക്രാക്ക് വരികയാണെങ്കിൽ ആ ഏറ്റെടുത്ത കരാറുകാരൻ അത് നഷ്ടം വഹിക്കേണ്ടതുണ്ട്. അതാണ് ഇത്ര ഭീമമായിട്ടുള്ള സംഖ്യ അവിടെ വരാൻ ചാൻസ് ഉള്ളത്. കുറേ വർക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഓരോ ലെയേഴ്സിലും നമ്മൾ CNC കട്ടിങ്, അതായത് ജാളി കട്ടിങ് ഒക്കെ വരാനടുത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വർക്കിൻ്റെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ പോയിട്ട് കുറച്ച് ചെറിയ ഫൂട്ടേജ് കാണിച്ചു തരാം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ സൂര്യപ്രകാശം ഉണ്ടല്ലോ, അതിങ്ങനെ ചേഞ്ച് ചെയ്യാനനുസരിച്ചോളം ആ വരുന്ന ഷാഡോ നമ്മുടെ ചുമലിലേക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരേ രൂപം തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് പ്രത്യേക ഭംഗിയായിരിക്കും, അത് ചെയ്തവർക്ക് അറിയാം. പിന്നെ താഴോട്ട് എപ്പോഴും നല്ല പ്രകാശമായിരിക്കും. ഒരു വീട് എന്നുള്ളത് വെച്ചാൽ ഇരുണ്ട അവസ്ഥയിലല്ല വേണ്ടത്, എപ്പോഴും നല്ല പ്രകാശം, നല്ല വായു സഞ്ചാരം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്ത വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണത്. ഈ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴും ഡാർക്ക് ഫീലിംഗ് ആയിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ കോർ കട്ടിങ് ചെയ്യാനുള്ള ഏരിയ പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറിൻ്റെ തൊട്ട് താഴെ ഭാഗം കോർ കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആ ഭാഗത്ത് കോർ കട്ട് ചെയ്യണം. ഈ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഒഴിവാക്കും. കാരണം നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഭാഗം ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ അവിടെ കോർ കട്ട് ചെയ്യാതെ ഈ ഭാഗം, അതായത് 1, 2, 3 സൈഡിൽ കോർ കട്ട് ചെയ്തിട്ടുള്ള വായു സഞ്ചാരം. ഇവിടെ ഇതിൽ വരുന്ന ചൂട്, മാക്സിമം ചൂട്, നല്ല ചൂടായിരിക്കും. താഴെ ഭാഗത്തേക്ക് നല്ല ചൂട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചൂട് ഒരു വെന്റിലേഷൻ എന്നുള്ള ഉദ്ദേശിച്ച് ഇതിൽ വരുന്ന ചൂട് ഡയറക്റ്റ് പുറം തള്ളുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് പക്കാ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച. ഇങ്ങനെ ബ്ലൂ കളറിലായിട്ട് നമുക്ക് ഇങ്ങനെ സ്കൈ ഇങ്ങനെ ആസ്വദിക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം? ജാളി കട്ടിങ്, CNC കട്ടിങ് ചെയ്യുമ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള രൂപം നമ്മൾ ചുമരിലേക്ക് ഇങ്ങനെ പതിക്കും. അത് അടിപൊളി ഒരു അനുഭവമായിരിക്കും. ചെയ്തവർക്കറിയാം, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് കോൺടാക്ട് നമ്പർ ഒന്നും ഇല്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കും, ചിലപ്പോൾ ചാൻസ് ഉണ്ട്, കോൺടാക്ട് നമ്പർ ഉണ്ടോ, ഇത് ചെയ്ത ടീമിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടോ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സ്വന്തം ഉറ്റ ഫ്രണ്ട്സുകളോട് ചോദിക്കുക. ഇൻഡസ്ട്രിയൽ വർക്ക്, ഗ്ലാസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരോട് ചോദിക്കുക. എൻ്റെ വീടിൻ്റെ മുകളിൽ സ്ഥലം വന്ന് നോക്കുക, എത്ര പ്രൈസ് വരും, നമുക്ക് ഗ്ലാസ് ഞാൻ ചെയ്തു തരാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരാം. പ്രൈസ് ഒരേ സ്ഥലത്ത് നിന്ന് മാത്രം പ്രൈസ് എടുക്കരുത്.
വ്യത്യസ്തമായിട്ടുള്ള ഏരിയകളിൽ പ്രൈസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെയും എല്ലാത്തിൻ്റെയും GI പൈപ്പിൻ്റെ ഒക്കെ പ്രൈസ് എടുത്തതിന് ശേഷം കൊട്ടേഷൻ കൊടുക്കുക, സാധനം സൈറ്റിലെത്തിക്കുക. നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവർക്ക് ലേബർ ചാർജിൽ കൊടുക്കുക. എന്തെങ്കിലും ലേബർ ചാർജിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ചെയ്യാം. അവരും ഹാപ്പി ആയിരിക്കും, നമ്മളും ഹാപ്പി ആയിരിക്കും. കാരണം വലിയൊരു പ്രൈസിലാണ് നമ്മൾ ചെന്ന് ചാടുന്നത്. അത് മാക്സിമം ഒരു പകുതി പ്രൈസിൽ എത്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈസ് നിങ്ങൾക്ക് 45,900 വലിയ പ്രൈസാണോ അതോ ഇത് ലാഭകരമായിട്ടുള്ള പ്രൈസാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറെ കാര്യം വിട്ടുപോയത് പറഞ്ഞാൽ ഇത് അടിപൊളി ഒരു ഓഫർ കൂടി വരുന്നുണ്ട്. ആ ഓഫർ എന്താ വെച്ച് കഴിഞ്ഞാൽ ലാൻഡിങ് ചെയ്ത പ്രൈസിൽ എത്ര വലിയ ഗ്ലാസും അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ ഡോർ ലോക്കുകളൊക്കെ ഒരു ഓഫർ പ്രൈസിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ ചാനൽ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്കത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ ഷിഹാബ്. ബൈ, സി യു.